ഒരു ബിസിനസ് കോൺക്ലേവ് കൊച്ചിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആണ് പങ്കെടുക്കുന്നത്. KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ വേദിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ബജറ്റ് നിരാശാജനകമായിരുന്നു. കേന്ദ്ര ബജറ്റ് 15 വർഷമായി ഉന്നയിക്കുന്ന എയിംസ്, അതുപോലെ അതിവേഗ റെയിൽ ഇടനാഴി, ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ കേന്ദ്രമന്ത്രി പറയുന്നത് കേരളം ഒരു വലിയ സിറ്റി പോലെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച്, മറ്റ് സംസ്ഥാനങ്ങളുടെ ഘടനയല്ല കേരളത്തിൻ്റേത്, വ്യത്യസ്തമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് തീരുമാനമെടുക്കും എന്ന് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. വേറൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ഈ സംസ്ഥാനങ്ങൾക്കുള്ള ബജറ്റ് വിഹിതം അത് കേന്ദ്ര സർക്കാരിൻ്റെ ഔദാര്യമല്ല എന്ന് KC വേണുഗോപാൽ അതേ വേദിയിൽ തന്നെ കിരൺ റിജിജുവിനോട് പറയുമ്പോൾ അദ്ദേഹത്തിന് മറുപടി, പദ്ധതി നിർവഹണം നന്നായി നടത്തുന്ന സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് ലഭിക്കുന്നുണ്ട്, കേരളത്തിനും അർഹമായത് നൽകുന്നുണ്ട് എന്നാണ്. ഒന്നാമത്തെ കാര്യം, KC വേണുഗോപാൽ ആ സ്റ്റേജിലിരുന്ന് അത്രയും പറഞ്ഞു എന്നുള്ളത് നല്ല കാര്യം. അദ്ദേഹത്തിൻ്റെ പാർട്ടി, അദ്ദേഹം ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇന്ത്യൻ പാർലമെൻറ്റിലും കേരളത്തിൻ്റെ കാര്യത്തിനു വേണ്ടി ശബ്ദം ഉയർത്തുന്നില്ല. നമ്മുടെ സംസ്ഥാന നിയമസഭയിൽ ഈ ബഡ്ജറ്റ്, കേരള ബഡ്ജറ്റ്, സാധാരണഗതിയിൽ ബഡ്ജറ്റ് ആരും ഒഴിവാക്കാറില്ല ബഡ്ജറ്റ് ചർച്ച ചെയ്താൽ ശ്രീ VD സതീശനും അദ്ദേഹത്തിൻ്റെ ടീമും പ്രതിപക്ഷവും അവർക്കൊന്നും പറയാനില്ല. കാരണം ബഡ്ജറ്റ് ഈ സാഹചര്യത്തിലും ഇന്ത്യയിലെ മെച്ചപ്പെട്ട ബഡ്ജറ്റുകളിലൊന്നാണ് ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിനുള്ളത്. ഞാൻ അതിൻ്റെ കണക്കുകൾ പറയുന്നില്ല, എല്ലാ മാധ്യമങ്ങളും അത് അംഗീകരിച്ചാണ്. എന്ന് മാത്രമല്ല, അതൊരു പുകയല്ല. ഒരു ഇലക്ഷന് വേണ്ടിയിട്ടൊരു ഒരു ബലൂണ്ടായിട്ടുള്ള സാധനമൊന്നുമല്ല ഞങ്ങൾ അവതരിപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതവർ ചർച്ച ചെയ്തില്ല. രണ്ടാമത്തെ കാര്യം, ഫെബ്രുവരി 1-ാം തീയതി അവരുടെ ബഡ്ജറ്റ് വന്നു, കേന്ദ്രത്തിൻ്റെ. ഏറ്റവും നിരാശാജനകമായ ബഡ്ജറ്റാണെന്നുള്ളത് ആർക്കും തർക്കമില്ല. കാരണം മലയാള മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലെ വാർത്ത ആമഭാരതം എന്നായിരുന്നു. ആമയ്ക്ക് പദ്ധതി അറിയാലോ. ഞാൻ പറയുന്നത് അതും രാഷ്ട്രീയമായിട്ടല്ല, ഇന്ത്യയിൽ അടുത്ത വർഷവും അതിനടുത്ത വർഷമൊക്കെ റിസഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി എന്നതിൽ വളരെ ഉത്തരവാദിത്തമുള്ളൊരു പറയുകയാണ്. കാരണം നിലവിലുള്ള റവന്യൂ ഇൻകത്തെക്കാളും 3% മാത്രമേ അവർ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് പദ്ധതി 1 ലക്ഷം കോടി രൂപയെ അവരുടെ വരുമാനം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുള്ളൂ. ഒരിക്കലും ആ എക്സ്പെക്ടേഷൻ വരത്തില്ല. GSTയുടെ റാഷണലൈസേഷൻ്റെ ശേഷം തൊട്ട് മുമ്പത്തെ മാസവും 2,32,000 കോടി കിട്ടിയിരുന്ന GST 1,70,000 കോടിയായിട്ട് കുറഞ്ഞു. 60,000 കോടി ഒറ്റ മാസം കുറഞ്ഞു. അപ്പോൾ ഈ ഒരു കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൊഴിലുറപ്പ് പദ്ധതി മാത്രം 82,000 കോടി ഉള്ളത് വെറും 30,000 കോടിയായിട്ട് കുറച്ചു. അതിൽ മാത്രം 52,000 കോടി കുറച്ചു. അപ്പോൾ എല്ലാ എക്സ്പെൻഡിച്ചറും കുറയാൻ പോവാണ്. ഈ കാര്യങ്ങൾ നമ്മുടെ അസംബ്ലിയിൽ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറായില്ല. ഏറ്റവും കൂടുതൽ ഇറക്കുമതി കരാർ ഇപ്പോൾ വന്നല്ലോ, പശുപാൽ ഉൾപ്പെടെ, അതായത് ക്ഷീര കർഷകരെ ഉൾപ്പെടെ തെണ്ടിക്കുന്ന, കുത്തുകള എടുപ്പിക്കുന്ന ഒരു കരാറാണ്. അതിനെപ്പറ്റി വാസ്തവത്തിലൊന്നും പറയുന്നില്ല. ഇത്തരം കാര്യങ്ങളൊക്കെയുള്ള ഒരു കാര്യങ്ങളുള്ളപ്പോൾ സംസ്ഥാന നിയമസഭയിൽ ഈ കാര്യം പറയാതെ അവിടെ ശബരിമല കാര്യം മാത്രം പറഞ്ഞ് ബഹിഷ്കരിക്കുക. ശബരിമല കാര്യത്തിനകത്ത് ഒരു തർക്കവുമില്ല. ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ അംഗീകരിച്ച് ഹൈക്കോടതി സെലക്ട് ചെയ്ത ഒരു ടീം ഓഫ് ഓഫീസേഴ്സാണ് ഇത് അന്വേഷണം നടത്തുന്ന SIT. ബിക്കോസ് ടോട്ടലി അണ്ടർ SIT എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. ആ കാര്യം കൃത്യമായി അന്വേഷണം നടക്കട്ടെ, എന്ത് നിലപാട് വരട്ടെ, ഏത് കുറ്റവാളി ഉണ്ടെങ്കിലും കണ്ടെത്തണം, നടപടി എടുക്കണം, യാതൊരു സംശയമില്ല. പക്ഷേ അന്വേഷണം വന്നപ്പോഴത്തേക്കും ഇതിങ്ങനെ കേരളത്തിൽ നിന്നല്ല അങ്ങ് കർണാടകത്തിലേക്ക് നീണ്ട് അവിടുന്ന് ഡൽഹിയിലേക്ക് നീളുന്നു എന്നൊക്കെ നമ്മൾ കണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും അവർ ഇപ്പം ഈ SITക്കെതിരെയും കോടതിക്കെതിരെയൊക്കെ പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. പക്ഷേ KC വേണുഗോപാലിൻ്റെ പാർട്ടി വാസ്തവത്തിൽ കേരളത്തിലെ അസംബ്ലിയിലും ഇന്ത്യൻ പാർലമെൻറ്റിലും ഈ കേന്ദ്രത്തിനെതിരെ കുറച്ചുകൂടി കൃത്യമായി പറയണമായിരുന്നു. സംസ്ഥാനത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യേണ്ടതായിരുന്നു. ഇനി കേന്ദ്രമന്ത്രി പറഞ്ഞ കാര്യം അങ്ങേയറ്റം തെറ്റായ കാര്യമാണ്. വാസ്തവത്തിൽ ഈ സംസ്ഥാനത്തിന് കിട്ടാനുള്ള ഈ 53% ഇന്ത്യൻ ആവറേജ് കൊടുക്കുമ്പോൾ കേരളത്തിന് 25% അവകാശമുള്ളൂ. ബീഹാറിന് 70% ഉണ്ട് കേട്ടോ. ബീഹാറിന് 70 ഉണ്ട്. ഞാൻ അതിനെ ഒന്നും പരാതി പറയുന്നില്ല, കാരണം അവിടെ കൊടുക്കട്ടെ. പക്ഷേ തരേണ്ടത് സ്റ്റേറ്റിന് തരണം. അവർ പറയുന്നത് നിങ്ങൾക്ക് സ്കൂൾ കെട്ടാൻ പൈസ തരാം, പിന്നെ എല്ലാ വീട്ടിലും ശുചിമുറി ഉണ്ടാക്കാനായിട്ട് പൈസ തരാം. അതിന് തരും. നമ്മുടെ വീട്ടിലെല്ലാം ശുചിമുറി ഉണ്ട്, നമുക്ക് സ്കൂളുണ്ട്, നമുക്ക് ബാക്കി സൗകര്യം. നമ്മുടെ ഇഷ്യൂ എന്താ? നമ്മുടെ സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂ, നമ്മുടെ ഏജിങ് പോപ്പുലേഷൻ ഉണ്ട്. ഞാനിപ്രാവശ്യം സ്പെസിഫിക് ആയിട്ട് കൊടുത്ത ഡിമാൻഡ്, നമുക്ക് ഏജിങ് പോപ്പുലേഷൻ ഉണ്ട്, അവരുടെ കാര്യത്തിൽ പ്രത്യേകം വേണം. നമുക്ക് NRIs ഉണ്ട്, അവരുടെ തിരിച്ചു വരുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ റബ്ബറിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് പുതിയ തരത്തിലുള്ള സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂ, നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ റിസർച്ചിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് കുറേ മേഖലകളിൽ. ബാക്കി എല്ലാവരും മെച്ചപ്പെട്ടിട്ടേ നമുക്ക് തരുമെന്ന് പറയുന്ന തെറ്റായ പ്ലാനിംഗ് ആണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് വിവിധ തരത്തിൽ തന്നെയാണ് വേണ്ടത്. അതാണ് അവരുടെ പ്രശ്നം. സത്യസന്ധമായിട്ടല്ല കേന്ദ്രം അതിനകത്ത് നിലപാടെടുക്കുന്നത് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. പ്രതിപക്ഷ സ്റ്റേറ്റുകളോട് വളരെ വളരെ മോശമായ സമീപനമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയും തെലങ്കാനയും ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് ഈ കാര്യത്തിനകത്ത് ഡൽഹിയിൽ GST കൗൺസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തെലങ്കാനയിലെയും കർണാടകത്തിലെയും കോൺഗ്രസിൻ്റെ ധനകാര്യമന്ത്രിമാർ
കേരളത്തിലൊരു സെമിനാറിന് പോലും വരണ്ടെന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. ഇതാണ് അവരുടെ രാഷ്ട്രീയം. അവർ ഇപ്പോൾ കേരളത്തിലെ കാര്യത്തിനകത്ത് BJP-യോട് ചേർന്നുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്താലും കുഴപ്പമില്ല, എല്ലാ കാര്യത്തിലും അങ്ങോട്ട് നിലപാടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഈ വേദിക്കകത്ത് പറഞ്ഞാൽ നന്നായി, പക്ഷേ ഈ ഡൽഹിയിൽ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൻ്റെ അടുത്ത ദിവസം പോയിട്ട് ശബരിമലയുടെ കാര്യത്തിന് മാത്രമാണ് മുദ്രാവാക്യം വിളിച്ചത്. എന്ത് മുദ്രാവാക്യം വിളിച്ചു? പക്ഷെ അവിടെ പോയിട്ട് അതല്ലല്ലോ വിളിക്കണ്ടേ. അവിടെ പോയിട്ട് കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റിയും കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങളെപ്പറ്റിയും പറയണ്ടേ. അത് പറയുന്നില്ല. കോൺഗ്രസിന് അങ്ങനെ താല്പര്യമില്ല. ഇപ്പോൾ ഈ തന്ത്രിയുടെ കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത് മിനിസ്റ്റർ പറഞ്ഞതുകൊണ്ട് ഈ തന്ത്രിയുടെ കാര്യത്തിൽ കോടതി പറഞ്ഞിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം അതിൽ ആണ് അവരുടെ വാദത്തിന് ബലം പകരുന്നതാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ കോടതി പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് മന്ത്രിമാരുടെ ഇന്നിപ്പോൾ വിചിത്രമായ മറുപടി എന്നാണ് രമേശ് ചെന്നിത്തല ഇന്ന് നിയമസഭയിൽ മന്ത്രിമാർ സംസാരിച്ചതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിപ്പോൾ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് അവരുടെ വാദം. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചാരാ? കോടതി. നടപടിക്രമങ്ങൾ എപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന ആരോടാ? കോടതിയോട്. കോടതിയുടെ മുന്നിൽ ഇനി ഏത് കേസെടുത്താലും അവർ കോടതിയുടെ നടപടിക്രമവും നിയമം അനുസരിച്ചിട്ടായിരിക്കും ഒരാൾക്ക് ജാമ്യം കൊടുക്കുന്നതും ജാമ്യം കൊടുക്കാതിരിക്കുന്നത്. അതിനൊന്നും നമുക്ക് യാതൊരു തർക്കമില്ല. ഇപ്പം ജാമ്യം കിട്ടിയ ആളുകൾ കുറച്ച് പേർക്ക് ജാമ്യം കിട്ടി, അവർ കുഴപ്പക്കാരാണ്, ജാമ്യം കൊടുത്തു. ഇപ്പം തന്ത്രിയല്ല വേറൊരാളായിക്കോട്ടെ, അവർക്ക് ജാമ്യം കൊടുത്തത് ശരിയാണ്. ഇനി കോൺഗ്രസ് പാർട്ടിയായി ബന്ധമുള്ള ഇതിനകത്ത് പ്രതിപട്ടികയിലുള്ള ചില ആളുകൾ സുപ്രീം കോടതി പോയി മുൻകൂർ ജാമ്യം മേടിക്കാൻ ശ്രമിക്കുകയോ ജാമ്യം കിട്ടുകയോ ചെയ്തു, അതും കുഴപ്പമില്ല. ഇങ്ങനൊന്നും എടുക്കാൻ പറ്റില്ല. നിയമം ഒരേപോലെ ആയിരിക്കണം. തന്ത്രിയുടെ കാര്യത്തിനകത്ത് അന്വേഷിക്കുന്ന ടീമാണല്ലോ ഈ കാര്യങ്ങളായിട്ട് പോയി, അവരന്വേഷിക്കട്ടെ. തന്ത്രി മാത്രം വ്യത്യസ്തമായിട്ടൊന്നുമല്ല ഒരു കേസിനകത്ത്. ഞാനൊരു കാര്യം പറയാം, തന്ത്രിമാരെ പറ്റിയും അല്ലെങ്കിൽ പോറ്റിയും ഒക്കെ മറ്റു ആളുകളൊന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ കാണണ്ട. ഒരു കേസിനകത്ത് വരുമ്പം ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ കൃത്യമായി അന്വേഷിക്കട്ടെ. ഇതിനകത്ത് എന്തുകൊണ്ടാണ് BJP ആണ് ശ്രീധരൻപിള്ള ക്രിമിനൽ ലോയറും കൂടിയാണ്, അദ്ദേഹം ഈ കാര്യം പറഞ്ഞു. അതേ കാര്യം റെപ്ലിക്കേറ്റ് ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ കോൺഗ്രസ് നേതൃത്വം. അന്വേഷിച്ചോട്ടെ. ഇതിനകത്ത് എന്തായാലും ദുരൂഹമായി അവിടുത്തെ എന്തെങ്കിലും കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ, ഇത്തരം ദേവസ്ഥാനത്തും വലിയ സ്ഥലങ്ങളിലും ഒക്കെ നടന്നിട്ടുണ്ടെന്നുള്ള അതാണല്ലോ ഇപ്പോഴത്തെ ശക്തമായിട്ടുള്ള കാര്യം. അതിനെ സംബന്ധിച്ച് കൃത്യമായി അന്വേഷിച്ചിട്ട് കുറ്റവാളികളെ കണ്ടെത്തണം. ആ കുറ്റവാളികളെ കണ്ടെത്തുമ്പം ഇന്ന ആളുകൾ ഇങ്ങനെ എന്നുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് ഒന്നും എടുക്കണ്ട. ഇന്ന് കോടതി പറഞ്ഞിട്ടുള്ള ഈ കാര്യത്തിനകത്ത് കോടതി പറഞ്ഞത് ഇക്കാര്യത്തിൽ ജാമ്യം കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനാണല്ലോ അതിന്റെ ഉത്തരവാദിത്വം. അവരല്ലേ അന്വേഷിച്ചേ. ഇനി അവരന്വേഷിച്ചോട്ടെ. ആ അന്വേഷിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ കൂടുതൽ കണ്ടുപിടിച്ചോട്ടെ. വേറെ ആർക്കും അതിനകത്ത് തർക്കമൊന്നുമില്ല. അതിനകത്ത് തന്ത്രി ഇങ്ങനെ BJP ശ്രീധരൻപിള്ളയും പറഞ്ഞു, അതുകൊണ്ട് തന്ത്രി കൊള്ളാം, ബാക്കിയൊക്കെ കൊള്ളത്തില്ല. പ്രത്യേകിച്ച് ഏതെങ്കിലും പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ, ഞങ്ങളൊന്നും അതിനകത്ത് രാഷ്ട്രീയം പറയുന്നില്ല. ആ ദേവസ്വം ബോർഡിന്റെ യൂണിയനകത്തുള്ള കോൺഗ്രസ് യൂണിയന്റെ ഉണ്ട്. ഞാൻ അതൊന്നും കേസിന്റെ കാര്യത്തിനകത്ത് അതൊന്നും ഓരോരുത്തരുടെയും ഇന്ന ആളുടെ അടുത്തുള്ള ഇന്ന ആൾ അപ്പോയിന്റ് ചെയ്തെന്നൊക്കെ ഞങ്ങൾക്കൊക്കെ കേട്ടിട്ടുള്ള വാർത്തയുണ്ട്, നിങ്ങൾ കേട്ടുള്ളതാണ്. ഇതുപോലുള്ള കാര്യത്തിൽ ഞങ്ങളങ്ങനെ പറയാറില്ല. പ്രത്യേകിച്ചും ഈ കോൺഗ്രസ് നടത്തുന്ന അപവാദ പ്രചരണവും വളരെ കള്ളമായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ പറയാറില്ല. കാരണം അത് ആരായാലും നിങ്ങൾ നോക്കിക്കോളൂ, അതൊക്കെ ഒരു നിയമപരവും നിലവാരത്തിലുള്ള കാര്യങ്ങൾ പറയാമെന്നുള്ളത് ഇപ്പോഴും അതുകൊണ്ടാണ് റിസർവ് ചെയ്യുന്നത്. ചില കാര്യങ്ങൾ അവർ പറയിപ്പിക്കുവാണെങ്കിൽ ആളുകൾ പറയാൻ നിർബന്ധിതമാകുമെന്നുള്ള കാര്യം കറക്റ്റാണ്. അവർക്ക് ഈ പറഞ്ഞ വിവാദമുള്ള കേസിനകത്ത് പെട്ടയാളെ കൊണ്ടുപോയിട്ട് ശ്രീമതി സോണിയാഗാന്ധിയുടെ അടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന 2 കോൺഗ്രസ് MPമാരില്ലേ, അത് ബെല്ലാരിയിൽ നിന്ന് വന്ന ഒരാളാണല്ലോ. അതിനകത്തൊരു സ്വർണ്ണക്കടക്കാരൻ, സ്വർണ്ണം ബിസിനസ് ഉണ്ടെന്ന് പറയുന്ന ആളാണല്ലോ അവിടെ ഉണ്ടായിരുന്നത്. കയ്യിൽ ഇത് കെട്ടിക്കൊടുക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. ഞങ്ങളൊന്നും അന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷെ അന്വേഷിച്ചു പോവുകയാണെങ്കിൽ ഈ കാര്യമെല്ലാം അന്വേഷിക്കേണ്ടി വരില്ലേ? അതിനെപ്പറ്റിയുള്ള അപ്പുറത്തുള്ള കഥകളില്ലേ, കഥകളും ഗോസിപ്പും. ഞങ്ങൾ ഈ ഈന്തപ്പഴത്തിന്റെ ഗുരുവിന്റെ കഥ ഇവർ പറഞ്ഞുണ്ടാക്കിയതിന്റെ കൂട്ടൊന്നും കഥ പറയാൻ ഞങ്ങൾ നിൽക്കുന്നില്ല. പക്ഷേ സത്യസന്ധമല്ലാതെ എന്നും ഈ കാര്യങ്ങൾ പറഞ്ഞാൽ ജനം വിശ്വസിക്കില്ല. കോൺഗ്രസ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് അതാണ്. ശ്രീധരൻപിള്ള പറഞ്ഞ അതേ കാര്യം തന്നെ. ശ്രീധരൻപിള്ള അദ്ദേഹം ഒരു ഗവർണറായിരുന്നു, വെറ്ററനായിട്ടുള്ള ഒരു ലോയറാണ്, അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ അതേ അഡ്വൈസിൽ കൂടി അദ്ദേഹം BJP നേതാവാണ്, RSSന്റെയും BJPയുടെ ഒക്കെ വക്താവാണ്. അദ്ദേഹം പറഞ്ഞ അതേ നിലപാടത്തിൽ കൂടെ കോൺഗ്രസും പറയുന്നു. കോൺഗ്രസ് അതിനകത്ത് എന്താണ് ഇവർ ഇക്കാര്യത്തിനകത്ത് നേരത്തെയൊക്കെ ചെയ്ത ആ യോജിപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അത് വളരെ ഉയർന്നതെന്നും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുന്ന നേതാക്കന്മാർ തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അങ്ങ് പറയാൻ പാടില്ലാത്തതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.